ഞാൻ കുടുംബശ്രീ മുഖാന്തരം ഒരു സർവേ നടത്തി. ആ സർവേ റിസൾട്ട് നിങ്ങളോട് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് എന്നോട് ദേഷ്യം വരും, ക്ഷമിക്കുക. ആ സർവേ റിസൾട്ട് എന്താണെന്നറിയോ? കേരളത്തിലെ പുരുഷന്മാരിൽ 87% അവനവൻ്റെ അണ്ടർവെയർ അലക്കാത്തവരാണ്. ഈ സർവേ റിസൾട്ട് കിട്ടിയതാണ്. അവനവൻ്റെ അണ്ടർവെയർ പോലും അലക്കാൻ ഭാര്യയെയോ സഹോദരിയെയോ അമ്മയോ ഏൽപ്പിക്കുന്നവരാണ് കേരളത്തിൽ 87% പുരുഷന്മാരും. അതെങ്കിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അവനവൻ്റെ അണ്ടർവെയർ അലക്കിയിടാൻ, അവനവൻ കഴിച്ച പാത്രം കഴുകാൻ പഠിപ്പിക്കേ. എന്തിന്? എല്ലാ കാലവും നിങ്ങളുണ്ടോ കൂടെ? അമ്മയും അച്ഛനും, ചില അമ്മയും അച്ഛനും വിചാരിക്കുന്നത് എല്ലാ കാലവും ഞാൻ ഇവൻ്റെ കൂടെ ഉണ്ടാവുന്ന. അവൻ പോകും. അവൻ്റെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, അവിടെ എത്തുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതികർത്തവ്യതാമൂഢനായി നിൽക്കുന്ന മക്കളെ നിങ്ങൾ സൃഷ്ടിക്കരുത് ദയവ് ചെയ്തിട്ട്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവനെ കൊണ്ട് ചെയ്തിട്ട് ജീവിതം പഠിപ്പിക്കൂ. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പഠിപ്പിക്കൽ മാത്രമല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി, ജീവിതം പഠിപ്പിക്കൂ. ജീവിതത്തിൻ്റെ പുതിയ സ്കില്ല് പഠിപ്പിക്കൂ. ആ സ്കില്ലിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ പാഠപുസ്തകങ്ങൾക്ക് അന്യമായിട്ട് പാഠപുസ്തകത്തിന് പുറത്തുള്ള 6 കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ ഉണ്ടായി എന്ന് ഉറപ്പുവരുത്തണം. ആ 6 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ നല്ല ബുദ്ധിജീവികളല്ല ആക്കേണ്ടത്. ബുദ്ധിജീവി ആയിക്കോട്ടെ, അത് സ്വാഭാവികമായ വളർച്ചയാണ്. നിങ്ങളുടെ കുട്ടികൾ നല്ല ജീവിതം പഠിക്കുന്നവരാകുക. പുതിയ മട്ടിലുള്ള വ്യക്തിത്വമുള്ള, യുണീക്കായിരിക്കുന്ന, വ്യത്യസ്തതയുള്ള ജീവിതം ഉണ്ടാക്കുക. എല്ലാവരും ജീവിക്കുമ്പോൾ എൻ്റെ കുട്ടിയും ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ കുട്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി. അപ്പോൾ എന്താ വേണ്ടത്? വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ബുദ്ധി വളർച്ചയല്ല, വ്യക്തിത്വ വികാസമാണ്. അത് പാഠപുസ്തകങ്ങൾ അതിന് വളരെ പരിമിതമാണ്. പാഠപുസ്തകങ്ങൾ പരിമിതമാണ്. പാഠപുസ്തകങ്ങൾ ഞാൻ ഏത് സിലബസ് നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതല്ല, ആവശ്യമായ അറിവുകളുടെ 100-1 പോലും പാഠപുസ്തകത്തിലില്ല. 100-1 പോലും പാഠപുസ്തകത്തിലില്ല. അതുകൊണ്ട് പാഠപുസ്തകമെന്ന് പറയുന്നത് അവസാന വാക്കല്ല, ആദ്യത്തെ വാക്കാണ്. അതൊരു പ്രവേശന കവാടമാണ്. ഒരു പ്രവേശന കവാടമാണ്. ആ പ്രവേശന കവാടത്തിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് അവനെ നോക്കിക്കാണാൻ പഠിപ്പിക്കണം.